ജോസിൽ സെബാസ്റ്റ്യൻ ഇപ്പോൾ ചേലക്കരയിൽ നിന്നും ചേരുന്നുണ്ട്. ജോസിൽ, അല്പസമയം മുൻപാണ് UR പ്രദീപ് സുജു ടി ബാബുവിനോട് സംസാരിച്ചത്. തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് അതേ കോൺഫിഡൻസ് തനിക്ക് ഇപ്പോഴുമുണ്ട്. വലിയ തോതിലുള്ള ആത്മവിശ്വാസം നിലനിർത്തുന്നു. അത് വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്നും ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള പ്രതികരണത്തിൽ നിന്നും തനിക്ക് ലഭിച്ച ആത്മവിശ്വാസം കൂടിയാണ്. ചേലക്കരയിൽ ഇക്കുറി വികസന തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വോട്ടുണ്ടാകും. ചേലക്കര ഇക്കുറി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും. വലിയ ശക്തമായ വാക്കുകൾ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് UR പ്രദീപ്. കാവ്യ പറഞ്ഞത് ശരിയാണ്. UR പ്രദീപ് അല്പം മുമ്പ് സുജു ടി ബാബുവിനോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ആദ്യം കൗണ്ടിംഗ് ഏജൻറ്റുമാർ കൃത്യമായി എത്തിച്ചിരിക്കുന്ന LDF തന്നെയാണ്. LDFിൻ്റെ കൗണ്ടിംഗ് ഏജൻറ്റുമാരെല്ലാം ഇപ്പോൾ ഈ കൗണ്ടിംഗ് കേന്ദ്രത്തിലേക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടിംഗ് കേന്ദ്രത്തിലേക്ക് LDFിൻ്റെ കൗണ്ടിംഗ് ഏജൻറ്റുമാരെല്ലാം LDFിൻ്റെ തീരുമാനിച്ച ആളുകളെല്ലാം കൃത്യം തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജില്ലാ ഭരണകൂടം എല്ലാ സജ്ജീകരണങ്ങളും ഈ കൗണ്ടിംഗ് കേന്ദ്രത്തിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ, തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൈരളി ടീമും കൃത്യമായി അതാത് സമയത്ത് കൃത്യമായി വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. കൗണ്ടിംഗ് കേന്ദ്രത്തിനകത്ത് സാലി മുഹമ്മദ് എല്ലാ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യും. ഈ കൗണ്ടിങ്ങിന് പുറത്ത് ഇവിടെ നമ്മൾ തട്ടൊക്കെ ക്രമീകരിച്ച് ഈ വിഷ്വലെല്ലാം കൃത്യമായിട്ട് ഇവിടെ എന്തു നടന്നാലും വളരെ ഉയരത്തിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ എടുക്കാവുന്ന രീതിയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ കൈരളി ടീം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനും തിയോഫിനും വിവരങ്ങൾ നൽകും. അതുപോലെ തന്നെ ജനക്കൂട്ടത്തിനിടയിൽ ഇവിടെ ഈ റോഡ് സൈഡിൽ, ഈ ചെറുതുരുത്തി റോഡിൻ്റെ സൈഡുകളിലെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞൊരു ബൈ ഇലക്ഷൻ കൂടി ആയതുകൊണ്ട് ധാരാളം ജനങ്ങൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷാജഹാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അത് സജ്ജമാണ്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി UR പ്രദീപിനൊപ്പം സുജു ടി ബാബു ഉണ്ടാവും. UDF സ്ഥാനാർത്ഥിക്കൊപ്പം സുനിൽ ഉണ്ടാവും. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. സജ്ജീകരണം തന്നെ പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയിലെയും വയനാട്ടിലെയും ഇന്നത്തെ ഒരു വിധി ദിനത്തിന്റെ എല്ലാവിധമായ ഓരോ സെക്കൻഡുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കൈരളിയുടെ വാർത്താ സംഘവും തയ്യാറായിട്ടുണ്ട്. ആ വിവരങ്ങളിലൊക്കെയും നമ്മൾ ഇപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്.